ഹലോ, അപ്പൊ അമ്മൂസ് ലൈഫിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ രാവിലെ തന്നെ തകൃതമായ പണികളാണ് കേട്ടോ. അമ്മ ഉപ്പേരികളൊക്കെ അരിഞ്ഞതുകൊണ്ട് തന്നെ ഉപ്പേരികളൊക്കെ വേഗം ആവുന്നുണ്ട്. ഉപ്പേരികൾ എന്നുള്ള എല്ലാ പണികളും, കാരണം ചോറൊക്കെ ആയിട്ടുണ്ട്. അമ്മ മീൻ നന്നാക്കി തരിക, ഉപ്പേരി ഉണ്ടാക്കി തരിക, ആ പണികളും എന്നല്ല എല്ലാ പണികളും എടുക്കും. അമ്മയ്ക്ക് വെറുതെ ഇരിക്കാനായിട്ട് അറിയില്ല. എത്ര ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും കേൾക്കില്ല. അമ്മ ഓരോ പണികളായിട്ട് എടുക്കും. ഈ പണികളല്ലെങ്കിൽ പറമ്പിലെങ്കിലും നടന്ന എന്തെങ്കിലും പണികൾ എടുക്കും. അങ്ങനെ ഈ ഉപ്പേരികളൊക്കെ വേഗം റെഡിയാക്കിയിട്ട് ഞാൻ മീൻ വറക്കണം കേട്ടോ. മീൻ എന്ന് പറഞ്ഞിട്ട് ഇന്ന് മീൻ കിട്ടിയിട്ടില്ല, ഉണക്കമീനായിരുന്നു. അങ്ങനെ മീൻ വറക്കല്, ചോറ് വെക്കല്, ഇതൊക്കെ ഞങ്ങൾ അടുപ്പത്താണ് ചെയ്യാറുള്ളത് കേട്ടോ. കാരണം ഗ്യാസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് വേഗം കഴിയണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, മീൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ടൊരു വൃത്തികെട്ട സ്മെല്ലാണ്. അപ്പം ഞാൻ അടുപ്പത്താണ് അധികം വെക്കാറ്. അതിൻ്റെ ഇടയിൽ വെള്ളം പിടിക്കലെല്ലാം ചെയ്യുന്നുണ്ട്. മോട്ടർ ഇടുമ്പോഴാണ് വെള്ളം പിടിക്കുക. വെള്ളം പിടിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ വീടിൻ്റെ അവിടെയാണ് കിണറുള്ളത്. അപ്പോൾ ഈ മഴയത്ത് അവിടെ പോയി മുക്കുക എന്നുള്ളത് റിസ്ക് ഉള്ള കാര്യമാണ്. പിന്നെ വേഗം വെള്ളം പിടിച്ച് വെക്കിട്ടു. കാരണം പലപ്പോഴും എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എന്നെ വന്നിട്ട് ഒരു ഈച്ച ഇങ്ങനെ വട്ടയിടുന്നുണ്ട് കേട്ടോ. എവിടുന്നാണ് ആ ഈച്ച? ചെവിൻ്റെ അവിടേക്കൊക്കെ വരും. ഞാനിങ്ങനെ ആട്ടും. ഈച്ച സിനിമയിലുണ്ടല്ലോ, പിന്നാലെ ഒരു ഈച്ച നടക്കുന്നത്, അതേപോലെയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഈ മഴയാകുമ്പോൾ എല്ലായിടത്തും ഉണ്ടെന്നാണ് കേട്ടത്. ഞാൻ ഫ്രിഡ്ജൊക്കെ കൈയോടെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ഏത് നേരം എനിക്കിത് തുടയ്ക്കലാണ് പണി. ഞാൻ പറയും, മറ്റേ ടെക്സ്റ്റൈൽസിലൊക്കെ ഉണ്ടാവില്ല, ഒരാളത് ഗ്ലാസ് കാര്യങ്ങളൊക്കെ തുടയ്ക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതേ അവസ്ഥയാണ് എൻ്റെ. രണ്ട് തലതെറിച്ച പിള്ളേരുണ്ടല്ലോ, ഏത് നേരം വന്ന് ഫ്രിഡ്ജ് തുറക്കുക അടയ്ക്കുക, അങ്ങനെയാണ് ചളിക്കയ്യേറ്റൊക്കെ. അപ്പോഴാണെങ്കിൽ അവരത് അടയ്ക്കുക എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അടയ്ക്കുക തുറക്കുക ആകുമ്പോൾ ഞാൻ ചീത്ത പറയും കേട്ടോ. എപ്പോഴാണ് ആ ഫ്രിഡ്ജിന്റെ ഡോർ കയ്യിൽ പോരാന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഞാൻ മിക്സി എല്ലാം കൈയോടെ തുടയ്ക്കുന്നുണ്ട്. എനിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം തുടച്ച് ക്ലീൻ ചെയ്തിട്ടാണ് എപ്പോഴും കേട്ടോ. എനിക്ക് ഈ റാക്കിലോ കാര്യങ്ങളിലോ വെട്ടി പരന്ന് കിടക്കുന്നത് കാണുന്നതേ എനിക്ക് ദേഷ്യമാണ്. ഇതിനിപ്പോൾ ഞാൻ മൊത്തം തുടച്ച് ക്ലീൻ ചെയ്ത് പോകുന്നത് വേറൊരാൾ അവിടെ പരത്തി വെക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, മൊത്തം ക്ലീൻ ചെയ്ത് എപ്പോഴും കാണണം, അല്ലെങ്കിൽ എനിക്കൊരു ദേഷ്യമാണ്. അത് പൊതുവേ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ കിച്ചണിൽ ഫുള്ള് പണികൾ കഴിഞ്ഞ് നമ്മൾ പോകുന്നിട്ട് പിന്നെ വേറൊരാൾ അവിടെ ചെന്നിട്ട് ഫുള്ള് പരത്തുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അതിൻ്റെ ഇടയിൽ അമ്മ വന്നിട്ട് നീ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ എടുക്കലേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ക്യാമറ ഓൺ ആയിരുന്നു, നമ്മൾ അറിഞ്ഞിട്ടില്ല, പറ്റിച്ചു. അതിൻ്റെ ഇടയിൽ രണ്ട് പിള്ളേരും കൂടി എന്തൊക്കെയോ അവിടെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ വന്ന് അച്ഛമ്മനെ കൊണ്ട് കുപ്പായ ഊരിച്ച് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഊരി കൊടുക്കൂല. അപ്പം ഞാൻ പുറത്തേക്ക് മെല്ലെ പോയി നോക്കിയപ്പോൾ ഏട്ടനും അനിയത്തി കൂടി അവിടെ റെമ്മൊക്കെ എടുത്ത് തുറന്നിട്ട് അതിൽ മീനോ എന്തൊക്കെയാണ് കളിക്കുന്നതൊക്കെ ഇട്ടിട്ട് കളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് പുത്രത്താടി പോകാൻ ആദ്യം ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ എനിക്കതൊരു ഇഷ്ടം തോന്നിയില്ല. അങ്ങനെ ഞാൻ ഊരി വെച്ച് വീണ്ടും ഞാൻ ഈ ടോപ്പ് ഇട്ടു. അധികം എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ ഈ ഷോർട്ടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഷോർട്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ടോപ്പ് തന്നെ ആവട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത് നല്ല അഫോർഡബിൾ റേറ്റ് ആണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ്, നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ, നല്ലൊരു സുഖമാണ് ഇട്ടിടാനായിട്ട്. അങ്ങനെ ഞാൻ ശ്രീകുട്ടിനായിട്ടാണ് പുത്തനാണ് പോയത്. കാരണം എനിക്ക് പനി ശരിക്കും മാറാത്തതുകൊണ്ട് തലചുറ്റിലൊന്നും മാറിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവളായിട്ടാണ് പോയത്. റിസ്ക് എടുത്ത് പോകേണ്ട വണ്ടിയിട്ട് അവിടെ എവിടെയും കൊഴിഞ്ഞ് വീണ് വരണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വണ്ടി വന്ന് വീടും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേട്ടം വിളിച്ച് പറയുന്നത്, നേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോള് ചെറു കല്യാണം ആയിട്ടുണ്ടായിരുന്നു, ഡ്രസ്സ് വേണം, നീ ഏതായാലും പുത്തനത്താണിക്ക് വരില്ലേ, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ എടുത്ത് കൊടുത്ത് ഏട്ടാ തെറ്റ് പോയി. ഞാൻ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോകുന്നു കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിലോട്ട് ഇന്ന് വരിക എന്നുള്ളത് എൻ്റെ ഒരു പ്രധാന ദൗത്യമായിരുന്നു. വേറെ ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏട്ടനെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പകുതിയോളം സാധനങ്ങൾ കൊണ്ടില്ല. അപ്പം നമ്മളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും വേണ്ടാത്തതുമായ എല്ലാം എടുക്കാമല്ലോ. അതൊക്കെ വെറുതെ പറഞ്ഞതാട്ടോ. കറക്റ്റ് എമൗണ്ടാണ് തന്നിട്ടുള്ളത്. കറക്റ്റ് എനിക്ക് ബില്ല് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാത്തിൻ്റെ റേറ്റ് നോക്കിയാണ് ഞാൻ എടുക്കുന്നത്. കാരണം റേറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് കിട്ടും. അപ്പോൾ ഞാൻ വേഗം എല്ലാം ഓരോന്നായിട്ട് നുള്ളി പെറുക്കി എടുത്ത് അങ്ങനെ ഇനി കൂടുതലായിട്ട് കൊട്ടെന്ന് അറിയുന്നത് കണ്ടപ്പോൾ പോയിട്ട് വേഗം ബില്ല് ചെയ്തു. അതിൽ പൈസ തികയാതെ വന്നാൽ ഇങ്ങോട്ടെ എടുത്ത് വെക്കണമല്ലോ. അങ്ങനെ അതൊക്കെ വേഗം എടുത്തിട്ട് വന്നിട്ട് എനിക്ക് അപ്പോഴത്തേക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിച്ച് ഞങ്ങൾ പോകുന്നു. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം ചോറ് കഴിക്കാനായിട്ടൊന്ന് പിള്ളേർക്കൊക്കെ ചോറ് കൊടുക്കാനും എല്ലാത്തിനും നിന്നു. അങ്ങനെ ചോറ് കൊടുക്കുന്നതിനിടയിൽ അവൾക്ക് ഓരോ കോപ്രായം കടലാണ് കേട്ടോ. അതൊക്കെ കാട്ടിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേഗം അവൾക്ക് ചോറൊക്കെ വാരി കൊടുത്തു. പൊന്നും കഴിച്ച് ഞങ്ങളെല്ലാവരും കഴിച്ചു. പാത്രങ്ങളൊക്കെ വേഗം ഞാൻ കഴുകി വെച്ചു. അതൊക്കെ കഴുകി വെച്ചിട്ട് അവിടെ മൊത്തം ക്ലീൻ ചെയ്തിട്ടു. എനിക്ക് മൊത്തം ക്ലീൻ ചെയ്തിട്ടാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിൽ പറയുന്നുണ്ട്. എനിക്ക് എന്താണെന്നാവും, എനിക്ക് മൊത്തം ക്ലീൻ ചെയ്യണം. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാനും തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ അവിടെയൊക്കെ തുടക്കൽ കഴിഞ്ഞിട്ട് വേഗം പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.